ആ അണലിയുടെ കയ്യിൽ അണലി പൂച്ചയുടെ കയ്യിൽ കടിച്ച് പല്ലുടക്കി പൂച്ച കൈ വലിച്ചപ്പോൾ പല്ലി ഇറങ്ങിപ്പോ നിങ്ങൾ ആരും കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. ണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടോണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. ഈ അടുത്തൊരു വൈറൽ റീൽ ഉണ്ടായിരുന്നു. ഈ അണലിയെ അറ്റാക്ക് ചെയ്യുന്നു, അണലിയെ പൂച്ച അറ്റാക്ക് ചെയ്യുന്നു. എടാ കുഞ്ഞെ അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. ഇതൊക്കെ എന്ത്? അപ്പൊ അവരത് പറയുന്നതെന്ന് വെച്ചാൽ പൂച്ചയുണ്ടെങ്കിൽ പൂച്ചകൾക്ക് പാമ്പിനെ പേടിയില്ല, നിങ്ങൾക്കൊരു എന്താ പറയാ രക്ഷകനാണ് വീടുകളിൽ പൂച്ച. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ എവിടെ ഏതോ സ്ഥലങ്ങളിൽ പൂച്ചകളെ വിൽക്കാൻ വേണ്ടി ആരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞോണ്ടാ ഇനി ഇതിനെ വിൽക്കാനുള്ള പരിപാടിയാ. ഈ പേരും പറഞ്ഞു. ആ പൂച്ച അപ്പോഴേ മരിച്ചില്ലേ? ഞാനോ? അതെ, അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതെ, അണലിയുടെ കടി കയ്യിൽ കിട്ടുന്ന കണ്ടായിരുന്നു നിങ്ങൾ? ആ അണലിയുടെ കയ്യിൽ അണലി പൂച്ചയുടെ കയ്യിൽ കടിച്ച് പല്ലുടക്കി പൂച്ച കൈ വലിച്ചപ്പോൾ പല്ലി ഇറങ്ങിപ്പോ നിങ്ങൾ ആരും കണ്ട? ആ സൂം ചെയ്ത് നോക്കൂ നിങ്ങളത്. ആ പൂച്ച അപ്പോഴേ ചത്ത് കാണത്തില്ലേ? ഇത് വലിയ കുരിശായല്ലോ. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെയാണ് എഴുന്നള്ളിക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നത്. പക്ഷെ അത് ഭയങ്കര വൈറൽ റീൽ ആണ്. ഇനി തൊട്ട് നിങ്ങൾ പൂച്ചകളെ എന്തുകൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾ ഭയന്നിരിക്കുകയാണ്. എനിക്ക് തൃപ്തിയായി. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോ പൂച്ച ഉണ്ടെങ്കിൽ പാമ്പിൽ കിടക്കുന്ന അണലി കുഞ്ഞിനെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചു കൊടുത്തു. കഴിഞ്ഞ ആഴ്ച 3 കുഞ്ഞുങ്ങളെ പൂച്ച എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വെച്ചു കൊടുത്തു. എന്താ തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ് പേടി ഉണ്ടായിട്ടൊന്നുമല്ല, തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാ. വീട്ടിനകത്ത് ബെഡ്റൂമിൽ കൊണ്ട് വെച്ചു കൊടുത്തു പൂച്ച. ഭാഗ്യം കൊണ്ട് ചത്തതായിട്ട് കുഴപ്പമില്ല, ഇല്ലേ വീട്ടുകാർ കടി കിട്ടത്തില്ലേ? ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എന്തൊക്കെ മണ്ടത്തരം! എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതെല്ലാം പൊട്ടത്തരങ്ങളാണ്. അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എന്നാ പിന്നെ ഞാനങ്ങോട്ട്